ധോണിയെ ചൊറിയാൻ കിട്ടിയ ഒരവസരവും ഗംഭീർ പാഴാക്കാറില്ല. ധോണിക്കെതിരെ എപ്പോഴും വിമർശനം ഉന്നയിക്കുന്ന താരമാണ് ഗംഭീർ. ഇന്ന് KKRും CSKയുമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കൊൽക്കത്തയുടെ മെൻഡറാണ് ഗംഭീർ. അതുകൊണ്ട് ധോണിയും ഗംഭീറും ഗ്രൗണ്ടിൽ കണ്ടുമുട്ടി. ഇതിനുശേഷം നടന്ന സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. കൊൽക്കത്ത ശരിക്കും നാണം കെട്ടു. ചെന്നൈയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ജഡേജ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചതും ജഡേജയ്ക്ക് തന്നെയായിരുന്നു. 3 വിക്കറ്റാണ് താരം ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ മുസ്തഫിസ് റഹ്മാനും മികച്ച കളി പുറത്തെടുത്തു. റസലും സുനിൽ നരേനും റിങ്കു സിംഗുമെല്ലാം നാണം കെട്ടു. അവർക്കൊന്ന് അടിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലത്തെ ബൗളിംഗ് ആണ് CSK ഇന്ന് പുറത്തെടുത്തത്. ഇന്ന് ചെന്നൈ കളി ജയിച്ച് ധോണി ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവിടേക്ക് ഗംഭീർ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീർ എല്ലാ താരങ്ങൾക്കും ഷേക്ക് ഹാൻഡ് കൊടുത്തു. ധോണിക്കും ഗംഭീർ ഷേക്ക് ഹാൻഡ് കൊടുത്തു. ശേഷം ധോണി ഗ്രൗണ്ടിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഗംഭീർ ധോണിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ധോണിയെ കെട്ടിപ്പിടിച്ചു. ധോണി തിരിച്ചും ഗംഭീറിനെ ഹഗ് ചെയ്തു. ഗംഭീറിന് യാതൊരു പരാതിയോ പരിഭവമോ ധോണിയോടില്ല. സാധാരണ ധോണിയെ കണ്ടാൽ മിണ്ടാറില്ല. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ RCBയുമായിട്ട് കളിച്ചപ്പോൾ കോഹ്ലിയെ ഇതുപോലെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഗംഭീറും കോഹ്ലിയും തമ്മിൽ അടിയുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഗംഭീർ ആരോടും തന്നെ എതിർക്കുന്നില്ല. തൻ്റെ ജന്മശത്രുവായ ധോണിയോട് പോലും ഇപ്പോൾ ഗംഭീറിന് ശത്രുതയില്ല. ഇന്ന് കളി കഴിഞ്ഞ് രണ്ടുപേരും സംസാരിച്ചു. ധോണിയുമായി ഒരുപാട് കാര്യങ്ങൾ ഗംഭീർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരിക്കുകയാണ്. ഇനി ധോണി ഗംഭീർ പോരെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ രണ്ട് ശത്രുക്കളും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.